വെള്ളാഞ്ചിറ പൊരുന്നുചിറ ശുചീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരിസരവാസികളുടെ നേതൃത്വത്തിൽ കുളത്തിനരികിൽ പ്രതിഷേധ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിലെ ആളൂർ പഞ്ചായത്തിലെ 20-ാം വാർഡിലെയും 21-ാം വാർഡിലെയും 400ഓളം വരുന്ന വീട്ടുകാർക്ക് ജലസേചന വകുപ്പ് വിതരണം ചെയ്യുന്നത് ഈ കുളത്തിലെ മലിനജലമാണ്. MLA ആയ മന്ത്രിയുടെ മണ്ഡലത്തിൽ വരുന്ന ഈ കുളം നവീകരിക്കണമെന്നാവശ്യപ്പെടുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇതുവരെ യാതൊരു നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചിട്ടും 7 വർഷമായി ഈ കുളം വൃത്തിയാക്കുവാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാവുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. എലിപ്പനി മൂലം 4 പേർ ഈ വാർഡിൽ മരണപ്പെട്ടിട്ടും അധികാരികൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ഇവിടെ നിന്ന് പമ്പ് ചെയ്യുന്ന മലിനജലത്തിനും ജലസേചന വകുപ്പിന് കൃത്യമായി പണം നൽകേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. മഞ്ഞ നിറത്തിലുള്ള മലിനജലമാണ് യാതൊരുവിധ ശുചീകരണവും നടത്താതെ പമ്പ് ചെയ്ത് വീട്ടുകാർക്ക് ജലസേചന വകുപ്പ് അധികാരികൾ നൽകുന്നത്. ഇതിനെതിരെ പരിസരവാസികൾ നിരവധി സമരങ്ങൾ നടത്തിയിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ അധികാരികൾ തയ്യാറാവുന്നില്ല. മഴക്കാലമായതോടെ പരിസരങ്ങളിലുള്ള മുഴുവൻ അഴുക്കും കുത്തിയൊലിച്ച് കുളത്തിൽ എത്തിച്ചേരുകയാണ്. ഈ മലിനജലമാണ് വീടുകളിലേക്ക് പമ്പ് ചെയ്യുന്നത്. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വീണ്ടും പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്തു നൽകി. വിദ്യാഭ്യാസ മന്ത്രിയുടെ മണ്ഡലത്തിലെ കുളം നവീകരിക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി ആർ ബിന്ദുവിനോട് നിരവധി തവണ പരാതി നൽകിയിട്ടും ഒരു നടപടിയും MLA കൂടിയായ മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെന്ന് പരിസരവാസികൾ പറഞ്ഞു. പ്രതിഷേധ സമരത്തിന് സുരേഷ് AV, സുനിലൻ പീണിക്കൽ, TK ശശി, അപ്പുക്കുട്ടൻ, സുനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അവിടെ പമ്പ് ഹൗസ് പണിയുണ്ട്, അല്ല ടാങ്ക് പണിയുണ്ട്. അവിടെ നിങ്ങൾക്ക് ഞങ്ങൾ വേണമെങ്കിൽ കാണിച്ചു തരാം. ആ ടാങ്കിനെ തറക്കല്ലിട്ട് പരിപാടി കഴിച്ചു, തറക്കല്ലിട്ടു. അതിൻ്റെ ഒരേ തുടങ്ങാണ് ഇതന്നെ. എവിടെ ഞങ്ങളിങ്ങനെ കൊഴുകി വന്നത് കാത്തിരിക്കും. ഇന്ന് ഒരു നാളെ വരുന്നുണ്ട്. ഇനി നിവർത്തില്ല, ഗതികെട്ടാണ്.